പ്രിയമുള്ളവരെ, നിങ്ങൾ കരുതുന്നുണ്ടാകും ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണോ അതോ വയനാട്ടിലാണോ അങ്ങനെ എവിടെങ്കിലും ആണോ എന്നുള്ളത്. ഒരിക്കലുമല്ല. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ഇടുക്കിയുടെയും വയനാടിൻ്റെയും ഒക്കെ പ്രകൃതി ഭംഗിയോട് കിടപിടിക്കുന്ന രീതിയിലുള്ള കരുനാഗപ്പള്ളിയിലെ തൊടിയൂരാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് തൊടിയൂരിൻ്റെ പ്രകൃതി ഭംഗിയാണ്. പുതിയകാവ് ചക്കുവള്ളി റോഡിലേക്ക് പോകുന്ന വഴിയിലാണ് തൊടിയൂർ എന്ന സ്ഥലം വരുന്നത്. തൊടിയൂർ എത്തുമ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ നമ്മൾ കണ്ടു തുടങ്ങും. തൊടിയൂർ പാലം കയറുന്നതിന് മുൻപായിട്ട് ഇടത്തേക്കുള്ള ഈ കട്ടിങ്ങിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. ഇവിടുന്ന് പാവുമ്പ ക്ഷേത്രത്തിന് 4 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ ഈ റൂട്ടിലൂടെയുള്ള യാത്രാവിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. തൊടിയൂരിൻ്റെ വഴിയിലേക്ക് നമ്മൾ ആദ്യം കിടക്കുമ്പോൾ തന്നെ ഒരു തോണിയും അതുപോലെ ഇടത് സൈഡിലും വലത് സൈഡിലും ഇങ്ങനെ പാടവും ഒക്കെ ഇങ്ങനെ നീണ്ട് നിവർന്ന് നടക്കുന്ന പാടവും ആ ഒരു പ്രകൃതി രമണീയത എത്ര പറഞ്ഞറിയിക്കാൻ പറ്റുമെന്നറിയില്ല. അത്ര ഭംഗിയുള്ള കാഴ്ചയാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ ലഭ്യമാകുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ ഈവനിങ് ടൈമിൽ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കാറ്റ് കൊള്ളുന്നതിനും മീൻ പിടിക്കുന്നതിനും അങ്ങനെ പല രീതിയിലുള്ള വിനോദത്തിനായി ഒരുപാട് ആളുകൾ പല ദേശങ്ങളിൽ നിന്ന് ഇവിടെ വരാറുണ്ട്. പ്രധാനമായും കായൽ സൗന്ദര്യത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ പാടം ഇങ്ങനെ കണ്ണെത്താ ദൂരത്ത് നിൽക്കുന്നു. അതിന് നടുവിലൂടെ ഈ ഒരു യാത്ര അത് ഭയങ്കര സുന്ദരകരമായൊരു അനുഭവമാണ്. വയനാടൻ മേഖലകളിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാകും, നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ഫോറസ്റ്റിൻ്റെ റേഞ്ചിലേക്ക് കടക്കുമ്പോൾ ഉള്ള ആ ഒരു കാനന സൗന്ദര്യം, അതേ ഒരു സൗന്ദര്യത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് തൊടിയൂരിലെ ഈ ഒരു റൂട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 1965 കുന്നത്തൂർ നിയമസഭാ മണ്ഡലം രൂപീകരിച്ചപ്പോൾ തഴവ പഞ്ചായത്ത് അതിൻ്റെ ഭാഗമായി. പിന്നീട് 2010 മണ്ഡലം പുനഃസംഘടനയോടെയാണ് തഴവ കരുനാഗപ്പള്ളിയുടെ ഭാഗമായി മാറിയത്. ഇവിടെ പ്രധാനമായും കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ചുള്ള ഒരു സാമ്പത്തിക അടിത്തറയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യകാലത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് മരച്ചീനി, ചേമ്പ്, കിഴങ്ങ്, കാച്ചിൽ, ചേന, മുതിര, പയർ, പഞ്ഞിപ്പുല്ല്, ചാമ എന്നീ ഹ്രസ്വകാല വിളകളും പിന്നെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഇവിടെ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ കുട്ടികൾ കളിക്കുന്ന നല്ല സുന്ദരമായ ഒരു കളിസ്ഥലമാണ്. ആ കാഴ്ചകൾ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെ റബ്ബറും കാടുകൾക്കിടയിലൂടെ ഉള്ള ഒരു യാത്രാനുഭവം കൂടി നമുക്ക് തൊടിയൂർ സമ്മാനിക്കുന്നുണ്ട്. നമ്മൾ വയനാടിന്റെ ആ ഒരു സൗന്ദര്യവും ആ ഒരു കാനന സൗന്ദര്യം പോലത്തെ ഒരു മേഖല നമ്മളിപ്പോൾ കണ്ടെങ്കിൽ അവിടുന്ന് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറിയാൽ നമ്മൾ പിന്നെ എന്താ കുട്ടനാടിന്റെ ഫീലിലേക്ക് ഒരേ സ്ഥലത്ത് പല രീതിയിലുള്ള പ്രകൃതി സൗന്ദര്യം കൊണ്ട് നിറഞ്ഞാടുകയാണ് തൊടിയൂർ. ഇവിടുത്തെ റബ്ബർ കർഷകര് റബ്ബർ ഉണക്കാനിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ മേഖലയിലേക്ക് എത്തുമ്പോഴും യാത്രയുടെ ഭംഗി കൂട്ടുന്ന രീതിയിലുള്ള പ്രകൃതിയുടെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളൊരു വൈകുന്നേരത്തോടടുപ്പിച്ചാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ഒരു സൂര്യാസ്തമയ സമയത്തോട് അടുത്ത് വരികയാണ്. ചെറിയ ചെറിയ കുളങ്ങളും തെങ്ങുകളും നെൽപ്പാടങ്ങളും മരങ്ങളും ഒക്കെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയിൽപ്പെടുന്നതാണ്. തൊടിയൂരിൻ്റെ ഗ്രാമീണ ഭംഗിയിലേക്ക് ആ ഒരു മേഖലയിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ കണ്ണെത്താ ദൂരത്ത് സമൃദ്ധമായ നെൽപ്പാടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ പാടം നികത്തലും സ്ഥലം കയ്യേറലും ഒക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായി കുറേയൊക്കെ നഷ്ടപ്പെട്ടു. എങ്കിലും നെൽപ്പാടങ്ങൾ ഇങ്ങനെ കണ്ണെത്താ ദൂരത്ത് കുറേ മേഖലകളിലുണ്ട്. കരുനാഗപ്പള്ളിയിലെ തിരക്കേറിയ നഗര മേഖലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് കാർഷിക സംസ്കാരം ഇന്ന് നിലനിൽക്കുന്ന ഗ്രാമീണ തനിമ ഒട്ടും പോയിട്ടില്ലാത്ത ഒരു മേഖല തന്നെയാണ് തൊടിയൂര്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കുട്ടനാടിൻ്റെ അതേ ഒരു പ്രകൃതി ഭംഗിയാണ് നമുക്ക് ഈ തൊടിയൂരിലും കാണാൻ പറ്റുന്നത്. നമുക്കിവിടെ ഒരുപാട് ദേശാടന പക്ഷികൾ, കൊക്കുകൾ, ഒരുപാട് പക്ഷികൾ, ഈ പക്ഷികളുടെ കളകളരാഗം, അങ്ങനെ വല്ലാത്തൊരു പ്രകൃതി ഭംഗി കൊണ്ട് വ്യത്യസ്തമായി നിൽക്കുകയാണ് തൊടിയൂർ. പുതിയ കാലത്ത് ഇവിടെ ട്രാക്ടർ ഉപയോഗിച്ചാണ് നിലമുഴുത് മറിക്കുന്നതെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ കാളകളെ ഉപയോഗിച്ചാണ് നിലമുഴുതുകൊണ്ടിരുന്നത്. സൂര്യാസ്തമയ സമയം നമ്മൾ
പർവ്വതനിരകളിലും സമുദ്രനിരപ്പുകളിലും ഒക്കെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഒരു വയലിൻ്റെ ഒത്ത നടുക്ക് നിന്ന് ഇങ്ങനെ നമ്മുടെ ഈ കൊക്കുകളെയും ഈ ഒരു രീതിയിലുള്ള ദേശാടന പക്ഷികളും നമ്മുടെ ഈ ഒരു ഇത്രയും ഭംഗിയുള്ള ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് ആ ഒരു കാഴ്ച കാണുന്ന ഫീലുണ്ടല്ലോ, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര സമയം വേണമെങ്കിലും നമ്മളിവിടെ ചിലവഴിക്കും. അത്ര ഭംഗിയുള്ള കാഴ്ചകൾ, അത്ര ഭംഗിയുള്ള ഗ്രാമീണ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തൊടിയൂരിനകത്തൊക്കെ വന്ന് ഇവിടെ കുറേ കറങ്ങി. നമുക്ക് ഈ വെളിയിൽ നിന്ന് കാണുന്ന പോലെയല്ല, ഉള്ളേരിയൊക്കെ ഭയങ്കര രസകര ഭംഗിയുള്ള കാഴ്ചകളാണ്. പ്രകൃതിയുടെ ആ ഒരു മനോഹാരിത, തൊടിയൂരിലെ മനോഹാരിത അറിയണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് തന്നെ വരണം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അമ്മയുടെ കടയിൽ നിന്ന് നമ്മൾ ഒരു ചെറിയ നമുക്ക് നാടൻ മുട്ടയും കാര്യങ്ങളൊക്കെ താറാമുട്ടയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെറിയ ഓംലെറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് എടുക്കാൻ വരികയാണ്. വിശപ്പിന് ചെറിയൊരു ശമനം കൊടുത്തുകൊണ്ട് താറാമുട്ട ഓംലെറ്റും കഴിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇവിടുത്തെ സൂര്യാസ്തമയ കാഴ്ച ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. നമ്മുടെ ഈ ഒരു മരങ്ങൾക്കിടയിലൂടെയുള്ള ആ ഒരു നെൽവയലിൻ്റെ നടുക്ക് നിന്നുള്ള കാഴ്ച, അത് ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയാണ്. ഇനി നമ്മൾ വിശാലമായി കിടക്കുന്ന ആ നെൽപ്പാടത്തിൻ്റെ നടുവിലൂടെ ഉള്ള ചെറിയൊരു റോഡും അതിൻ്റെ വിശാലമായ ഒരു കാഴ്ചയും ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയാണ്. ഈ റോഡിലൂടെ നേരെ പോകുമ്പോൾ നമുക്ക് ഇതുവഴി ബൈക്കിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ. ആ ഭാഗത്തേക്ക് നമുക്ക് കാറിലും, ആ വഴിയല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു വഴിയുണ്ട്, നമുക്ക് ആ വഴി വരാൻ പറ്റുന്നതാണ്. ഈ ഏരിയയിലേക്ക് നമ്മൾ ആദ്യം എത്തുമ്പോൾ കാണുന്നത് വനാന്തരങ്ങളുടെ മുകളിൽ സൂര്യൻ അസ്തമിക്കുന്ന പോലത്തെ പ്രതീതി ഉളവാക്കുന്ന രീതിയിൽ സൂര്യാസ്തമയ കാഴ്ചകളും ചുറ്റും നെൽപ്പാടങ്ങളും പച്ചപ്പിൽ പൂത്തലഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും ഇതിന് നടുവിലൂടെയുള്ള യാത്രയും. കരുനാഗപ്പള്ളിയിൽ ഇത്ര സുന്ദരമായൊരു സ്ഥലമുണ്ടായിട്ട് ഇനിയും കാണാൻ പറ്റാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലമൊന്ന് വിസിറ്റ് ചെയ്യണം. അത്ര ഭംഗിയുള്ള സ്ഥലമാണ്. മഴക്കാലങ്ങളിൽ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ വേനലായതുകൊണ്ട് നമുക്ക് അത്ര വലിയ വെള്ളത്തിൻ്റെ പ്രശ്നമില്ല. നമുക്കതുകൊണ്ട് തന്നെ ഈ ഏരിയയിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ പറ്റുന്നുണ്ട്. പക്ഷേ മഴക്കാലങ്ങളിൽ ഇവിടുത്തെ വീടുകളിലടക്കം വെള്ളം കയറാറുണ്ട്. തൊടിയൂരിൻ്റെ പ്രകൃതി ഭംഗിയിൽ ഞങ്ങൾ പ്രതീക്ഷ വെച്ചിരുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള പ്രകൃതി ഭംഗിയും കാഴ്ചകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വളരെ വ്യത്യസ്തമാർന്ന ഒരുപാട് കാഴ്ചകളും കിളികളും ഒക്കെയുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് കാണാനും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും പറ്റിയ, കരുനാഗപ്പള്ളിയുടെ തിരക്കുകൾ വിട്ടിട്ട് വന്ന് കുറേയധികം നേരം ഇരിക്കാൻ പറ്റിയൊരു മേഖലയാണ്. ഇതിനകത്ത് നിൽക്കുമ്പോൾ പുറത്തിരിട്ടായാലും നമ്മളറിയില്ല. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ആ സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രൻ ഉദിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഭയങ്കര രസകരമായ നല്ല അനുഭവങ്ങൾ, യാത്രാ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന, പ്രകൃതി രമണീയ ഗ്രാമീണ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ കുറേ നേരം ഇരിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് തൊടിയൂർ. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സ്റ്റേ ട്യൂൺ.